ടാക്സിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ദിയാണ് പറഞ്ഞത് നമ്മളടുത്ത് ഇങ്ങനെ വീക്കിലിയോ ഞാൻ എന്നാണോ ഓഫീസിൽ വരുന്നത് അത് നിങ്ങൾ പ്രോഡക്റ്റൊക്കെ ഫോട്ടോ എടുക്കുക. നമസ്കാരം. സത്യമേവ ജയതേ, സത്യമേ ജയിക്കത്തുള്ളൂ. കള്ളം കാണിച്ചാൽ അത് ഒരു പരിധി വരെ നമുക്ക് മറയ്ക്കാൻ പറ്റുകയുള്ളൂ എന്നതിന്റെ അവസാന തെളിവാണ് ദിയ കൃഷ്ണയുടെ ഓസി എന്ന സ്ഥാപനത്തിൽ നടന്ന 3 പെരുങ്കള്ളികൾ. അതിനകത്തിലെ ഈ നിൽക്കുന്ന ഈ ലേഡിയാണ് ഇതിന്റെ സൂത്രധാരക. ഈ കുട്ടിയാണ് മറ്റു 2 പെൺകുട്ടികളെ കൂടി ഇതിനകത്തിൽ ചാടിച്ചതെന്ന് വേണം പറയാൻ. അതിനകത്ത് ഒരു പെൺകുട്ടിയൊക്കെ വളരെ പേടിച്ച് വിരണ്ടൊക്കെ നിൽക്കുകയാണ്. കാര്യം ഈ ഒരു പെൺകുട്ടിയാണ് മീഡിയയ്ക്ക് മുന്നിലും എല്ലാം വളരെ ലളിതമായ രീതിയിൽ ഇത്രയും കള്ളങ്ങൾ അവര് മര്യാദയ്ക്ക് പറഞ്ഞതാണ്. അവര് സഹോദരിമാരെയാണ് കണ്ടുകൊണ്ടിരുന്നതും അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നതും എല്ലാം നമുക്ക് പല വീഡിയോയിലും അവരുടെ ഇൻസ്റ്റയിലെ പല ഫംഗ്ഷന്റെ വീഡിയോയും ഫോട്ടോ ഒക്കെ കാണാൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇത്രയും സ്നേഹിച്ചിട്ടും ഒരു ചെറിയ കള്ളം ചെയ്താൽ പോലും അവർ സഹിച്ചതിനെ. പക്ഷെ ഇത്രയും ഭീമമായ ഒരു 3/4 കോടി രൂപയുടെ അടുത്ത് 69 ലക്ഷം രൂപ ഇതിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്കയെന്ന് പറയുന്നത് ഇതിനൊരു സ്ഥിരീകരണം വരണം. ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് 1 മണിക്കൂർ കൊണ്ട് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളെന്നും പറഞ്ഞ് ഉള്ള സംസാരമായിരുന്നു. എന്തായാലും ശരി, അത് മ്യൂസിയം പോലീസാണെന്ന് തോന്നുന്നു. അത് ഈ അക്കൗണ്ട് 2 പേരുടെയും പാസ്ബുക്കും അക്കൗണ്ടുകളും ചെക്ക് ചെയ്തപ്പോൾ ഇന്ന് അതിന്റെ കള്ളി പുറത്തു വന്നേക്കുവാണ്. ഭീമമായ തുകയാണ് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് ഈ സ്കാനർ വഴി അക്കൗണ്ടിൽ ചെന്നിട്ടുള്ളതും അത് എവിടെ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. ഇതെല്ലാം ATM വഴിയും അതുപോലെ ട്രാൻസ്ഫർ ചെയ്തും ആ അക്കൗണ്ടിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതിന്റെ പിന്നിൽ ഒരു ലോബിയുണ്ട്. ജി കൃഷ്ണകുമാർ ഒരു നടനുപരി ഇപ്പൊ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കൂടി വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായും ഇതിനകത്തില് രാഷ്ട്രീയ ചൊവ്വയും ഒക്കെ കാര്യങ്ങളും വരും. പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പിന്നെ അറസ്റ്റ് വാറണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇവർ കൊടുത്ത കൗണ്ടർ കേസ് പോയപ്പോഴും അതിന് മുഖ്യമന്ത്രി ഇടപെട്ടെന്നാണ് കേൾക്കുന്നത്. ഇത് കള്ളക്കേസാണെന്നും ഒക്കെ വരുത്തി ഒരു ഇത് വന്നപ്പോൾ അതിൽ നിന്നെല്ലാം കൃഷ്ണകുമാറിനെ ഒഴിവാക്കിയിട്ടുണ്ട്. കാര്യം അതാണ് നമ്മൾ പറയുന്നത്, കള്ളം ചെയ്താൽ ചെറിയ കള്ളങ്ങളൊക്കെ ആണെങ്കിൽ പിടിച്ചിരിക്കും. പക്ഷെ ഇത്രയും വലിയ കള്ളങ്ങൾ ചെയ്താൽ ഇവരുടെ ഒരു ലൈഫ് ഈ സമൂഹത്തിൽ ഇവർക്ക് എത്ര വയസ്സുള്ള പെൺകുട്ടികളാണ്. ഇവർക്ക് സമൂഹത്തിൽ ഇനിയും ആരെങ്കിലും ഒരു ജോലി കൊടുക്കും, അല്ലെങ്കിൽ ആ നാട്ടിൽ എങ്ങനെ അവർ ജീവിക്കും? ഇത്രയും പൈസ പോയതിൽ നിന്ന് എത്ര പൈസ കൃഷ്ണകുമാറിന് തിരിച്ചു കിട്ടും എന്നൊക്കെ ഉള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇന്നതിന്റെ ക്ലാരിഫിക്കേഷൻ ദിയ തന്നെ നൽകുന്നുണ്ട് മീഡിയയ്ക്ക് മനസ്സിലാക്കുന്നത്. അതെ, ഞാൻ ഇന്നലെ നമ്മുടെ അവിടെ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ചധികം പോലീസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ സ്റ്റോറിൽ. അവരെന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന ഈ കേസിൻ്റെ ഭാഗമായിട്ട് തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഫർമേഷൻസ്, എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ആയാലും എൻ്റെ ഷോപ്പിൻ്റെ റെക്കോർഡ്സ് ആയാലും അക്കൗണ്ട്സ് ആയാലും എല്ലാം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിൽക്കുന്ന കറണ്ട് സ്റ്റാഫുകളുടെ റെക്കോർഡ്സും എല്ലാം ചോദിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്തു. ഞാൻ അപ്പോഴും എന്തും പ്രൊവൈഡ് ചെയ്യാൻ റെഡിയായിരുന്നു. പക്ഷെ ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, സത്യം പുറത്ത് വന്നേ പറ്റൂ. പ്ലസ് എനിക്ക് നിങ്ങളും കൂടെ ഒന്ന് ഇതിനകത്ത് ഉത്സാഹിച്ചാൽ മാത്രമേ എനിക്കും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ കൃത്യമായി ഇവർ എത്ര തട്ടി. ശരിയാണ്, ആ പോലീസിന്റെ ആ ഒരു സഹകരണം നമുക്ക് അങ്ങേയറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഈ പോലീസ് ഇത് പിന്നെ കൗണ്ടർ കേസിന് പ്രാധാന്യം കൊടുത്തു എന്നും പറഞ്ഞാണ് ആദ്യം ന്യൂസ് വന്നത്. സ്വാഭാവികമായി ഒരു സ്ത്രീ പീഡനം എന്നൊക്കെയുള്ള രീതിയിലേക്ക് കേസുകൾ വരുത്തുകയും ഇതിന്റെ എല്ലാം ഈ കൃഷ്ണകുമാർ ദിയ കൃഷ്ണയും ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇവർ കംപ്ലീറ്റ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുമായിട്ടുള്ള ഒരു സംസാരം പോലും റെക്കോർഡ് ചെയ്ത് വെച്ചത് അവർക്ക് വളരെ ഈ കേസിൽ ഹെൽപ്ഫുള്ളായി, അല്ലെങ്കിൽ പോലീസിന് അത് വലിയ സഹായമായി. ഇവര് തട്ടിക്കൊണ്ടു പോകുമെന്ന് പറയുമ്പോൾ ഇവരുടെ കാറിൽ പോകുമ്പോഴും ഇതിനകത്ത് ഒരു സ്റ്റാഫ് സ്കൂട്ടറിലാണ് പോകുന്നത് പിന്നില്. പിന്നെ തട്ടിക്കൊണ്ടുപോകാനാകത്തില്ലല്ലോ. അപ്പൊ അതെല്ലാം ആ വാദങ്ങളെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ ഈ കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും പൊളിച്ചെഴുതി. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു കൃഷ്ണകുമാറിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൗണ്ടർ കേസിന്റെ പുറത്ത് ആക്ഷൻ എടുക്കാനൊന്നും പോലീസ് തയ്യാറായില്ല. തയ്യാറായിരുന്നെങ്കിൽ അത് പോലീസിന് വലിയ വിനയായി വരികയും ചെയ്യുന്നതിന്. ഒരു നാട്ടില്
ഒരു സ്ഥാപനം എന്നൊക്കെ പറയുമ്പം ഇന്നത്തെ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ കൂടെ പോകുമ്പം പ്രത്യേകിച്ച് ഒരു ലേഡി 4 പെൺമക്കളുടെ ഒരു അച്ഛനാണ് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ ഒരു മകള് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കും. സാമ്പത്തികം മാത്രമല്ല, മറ്റു സപ്പോർട്ടുകളും എല്ലാം കൊടുക്കുന്നതാണ്. ഇതിന്റെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ സ്റ്റാഫിനെ മാറ്റാം എന്ന് പറഞ്ഞപ്പോഴും മാറ്റണ്ട എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയ ഒരു ആ, സ്ത്രീയാണ് ദിയ. അപ്പൊ അങ്ങനെ പോലും അവരെ സ്നേഹിച്ചിട്ട് ചെറിയ കള്ളം ചെയ്തായിരുന്നെങ്കിൽ, ഇതൊരു ലക്ഷങ്ങളുടെ താഴെയുള്ള കള്ളമായിരുന്നെങ്കിൽ അവർ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ പോകുമായിരുന്നു. പക്ഷെ ഇത് കൈവിട്ട 8,80,000 രൂപ ഈ പിടിച്ചു വെച്ച സമയത്ത്, പിടിച്ചു വെച്ചെങ്കിൽ അവര് ഇത്തരം പൈസ 69 ലക്ഷം രൂപ പോയിട്ട് പിടിച്ചു വെച്ചെന്ന് പറഞ്ഞു, പിടിച്ചു വെച്ചോ അല്ലെങ്കിൽ സംസാരിച്ചൊരു വഷളെന്ന് പറഞ്ഞു, അതിനകത്ത് എന്ത് തെറ്റ് പറയാനാ? പൈസ പോകുന്നതിന് ഇത്രയും വളർത്തിക്കൊണ്ടുവരുന്ന ലോണും ഒക്കെ ഉള്ള സ്ഥാപനമാണ്. ബാങ്ക് ലോണിലാണ് എല്ലാ സ്ഥാപനങ്ങളും ഓടിയൊക്കെ എടുത്താണിക്കും സ്ഥാപനം കൊണ്ടുവന്നത്. ആ സ്ഥാപനത്തിലെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോയാൽ പിന്നെ അവരോട് ചിരിച്ച് സരസമായ രീതിയിൽ സംസാരിക്കണം എന്ന് പറയുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. അത് ഒരു തെറ്റായ പ്രവണതയാണ്. ഏതായാലും ഇവര് ചെയ്ത ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാല്, ഇപ്പം ദിയയുടെ ഡെലിവറി ടൈമിലുണ്ടായ അസുഖങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയെന്നാണ് പറയുന്നത്. എന്തായാലും ശരി, ഇനിയും ആ, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നു. ഇത് കേരളത്തിന് എല്ലാവർക്കും ഒരു മാതൃകയാണ്. നമ്മളൊരു സ്ഥാപനം നടത്തുമ്പം ആരെ വിശ്വസിച്ചാലും വിശ്വാസമായിട്ട് എടുക്കുന്നതിലുപരി ഈ CC ക്യാം ഉണ്ടെന്ന് പറയുന്നു, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞു, ഇതിനൊക്കെ ഒരു ചെക്കിംഗ് ചെയ്യണം. ഒരു ക്രോസ് ചെക്കിങ് ഒരു ദിവസം പറ്റില്ലെങ്കിൽ ഒരാഴ്ച 2 ദിവസമെങ്കിലും പോയി ഇതുപോലുള്ള ഓൺലൈൻ സ്റ്റോറുകളും മറ്റും നടത്തുന്നവർ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു പരിധി വരെ മാറിയത്. പക്ഷെ ഇവര് പഠിച്ച കളികൾ എന്ന് പറഞ്ഞാല്, ഈ പെൺകുട്ടി ചെയ്ത ഒരു പരിപാടി എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് വരുമ്പോൾ ചിലത് ATM-ൽ ഇതിനകത്ത് ഇട്ട് നിങ്ങളുടെ പൈസ ചിലപ്പോൾ നഷ്ടപ്പെടും, അതുകൊണ്ട് ക്യാഷ് ആയിട്ട് എടുത്തു തന്നാൽ മതി എന്ന് പറയും. ക്യാഷ് വാങ്ങിക്കുവാൻ ഇവർ ATM-ൽ അവരുടെ കൂടെ പോയിട്ട് ATM-ൽ നിന്ന് എടുത്തിട്ട് ഈ CC ക്യാമിൽ നിന്നും വരാത്ത രീതിയിൽ തന്ത്രപരമായി കൈകാര്യം ചെയ്തു. വളരെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്ത ഒരു കള്ളിയാണ് ഇവൾ. കമ്പനി കൊടുത്തു വിടത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ കുറേ സെൽഫ് അറ്റസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് കൊടുത്തു വിട്ട് ആദ്യം തീയ തന്നെയാണ് നമ്മുടെ പറഞ്ഞത്. പിന്നീട് ഈ പ്രശ്നം അങ്ങനെയൊക്കെ പല കള്ളങ്ങളും പറഞ്ഞു. ഏതായാലും ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ളത് നമ്മൾ തെളിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്കാമിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായും മുതലെടുപ്പിനൊക്കെ ഉള്ള ശ്രമം നടക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ അതിൽ നിന്നല്ല, ഒരു രാഷ്ട്രീയക്കാരും അതിനകത്ത് രാഷ്ട്രീയം നോക്കിയില്ല. കാര്യം അതിനുള്ള പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾ ഇവർ ഉണ്ടാക്കി വെച്ചു. കൃഷ്ണകുമാറിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. സഹകരണത്തിന് എന്നും നന്ദി. പക്ഷെ അനാവശ്യമായിട്ട് ഇതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പിന്മാറണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആർക്ക് നേരെ വിരൽ ചൂണ്ടിയില്ലല്ലോ, ഒരു പാർട്ടിക്ക് നേരെ ചൂണ്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നുമില്ല. സ്വന്തം പാർട്ടിക്ക് അകത്താവാം, പുറത്തു നിന്നാവാം, നമ്മളെല്ലാം കാണുന്നില്ല. എല്ലാ പാർട്ടികളിലും പാർട്ടിക്കകത്ത് നിന്ന് നടക്കുന്ന സംഘർഷം നമ്മൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഏതുമാകാം. അതുകൊണ്ട് പറഞ്ഞ ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിൽ പോലും നമ്മളെ എന്നെ ടാർഗറ്റ് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടില്ല. കുടുംബത്തിനെ വലിച്ചിറക്കാതിരിക്കുക, പിന്നെ ഈ ജാതിക്കാട് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിറക്കാതിരിക്കുക. കാരണം ഇതൊക്കെ ഇനി ആവർത്തിക്കാൻ താല്പര്യം. കാരണം ജാതിയൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷയമല്ലാത്തവരാണ്. ഒരു ചീറ്റിംഗ് നടന്നു, അവർ കൊടുത്ത പരാതി അന്വേഷിക്കുക, അതിൽ നടപടി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കുറ്റക്കാരാണെങ്കിൽ അവരുടെയും പരാതി കിടക്കുകയാണ്. അതേ സമയമാണെങ്കിൽ അന്വേഷിച്ചോട്ടെ. അതിന് പകരം എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറ്റം ചെയ്തവരുടെ പരാതിയുടെ പുറത്ത് അന്വേഷണം നടത്തി പെട്ടെന്ന് നടപടിയിലോട്ട് പോയി. FIR-ൽ ഇട്ട വകുപ്പുകൾ എന്താ നിങ്ങൾക്കും അറിയാം. ജയിലിടിഞ്ഞ വിളി വരത്തില്ല. അപ്പൊ ഇതിന് ശരിയാണ്, അവര് കൊടുത്ത കൗണ്ടർ കേസിനായിരുന്നു ആദ്യം പ്രാധാന്യം വന്നത്. ഇവർക്ക് കൃഷ്ണകുമാറിനെ പിടിച്ചിട്ട് കഴിഞ്ഞാല് കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും മകൾക്കും ഒക്കെ എതിരെയാണ് കേസ് കൊടുത്തിരുന്നത്. ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള വകുപ്പുകളാണ് അതിനകത്ത് FIR ഇട്ടിരുന്നത്. എന്തായാലും ശരി, ഇതുപോലെയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, ഏത് രാഷ്ട്രീയവും ആയിക്കോട്ടെ, രാഷ്ട്രീയത്തിന് ഉള്ളിൽ നിന്ന് തന്നെ പുള്ളി തന്നെ പറയുന്നുണ്ട് മുതുകാല് വെട്ട്. ശരിയാണ്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. നമ്മൾ ഓരോ ദിവസവും ന്യൂസിൽ കാണുന്നതാണ് ഓരോ പാർട്ടിക്കകത്തുള്ളത്. നമ്മളത് ഇതൊന്നും ഇതുപോലുള്ള കാര്യങ്ങളിൽ വലിച്ചഴിച്ച് അത് നാശമാക്കി കഴിഞ്ഞാൽ നാളെ സമൂഹത്തിൽ ഇതുപോലുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും കള്ളം ചെയ്യുന്നത് കൂടുന്ന ഒരു പ്രവണതയിലേക്ക് മാറും. അത്തരം പ്രവണതകളെ ചെറുക്കുവാൻ നാം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലം കൂടിയാണ് ഇതെന്ന് തെളിയിക്കുന്നതാണ് ഈ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ഈ കേസ് എന്ന് പറയുന്നത്.
അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.